നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ലഡു ഐറ്റമാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ആരും കഴിച്ചിരിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു തരം ലഡു ആണ്, മത്തൻ കൊണ്ടൊരു ലഡു. അപ്പോൾ ദീപാവലിയൊക്കെ വരുന്നതുകൊണ്ട് ദീപാവലി സ്വീറ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇടുന്നത് കേട്ടോ. നെയ്യ് ഒന്ന് നല്ലവണ്ണം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള നല്ല പഴുത്ത മത്തൻ ഇട്ട് കൊടുക്കാം. ഇനി അതിനെ നന്നായിട്ട് സോട്ട് ചെയ്യണം. ക്യാരറ്റ് പോലെയല്ല കേട്ടോ, മത്തന് നല്ലവണ്ണം സോട്ട് ചെയ്യണം. കുറച്ച് വേവാനും ടൈം എടുക്കും അതുകൊണ്ട് നല്ലവണ്ണം പച്ചമണം മാറുന്ന വരെ നമുക്കതിനെ വേവിക്കേണ്ടതുണ്ട്. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഞാനിതൊരു ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് എടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്താൽ മതി. അപ്പം ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 1/2 കപ്പ് ഞാൻ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ റെഡിമെയ്ഡ് തേങ്ങാപ്പാലിൻ്റെ പൊടിയുള്ളതാണ് കേട്ടോ, മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. തിക്കായിരിക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമ്മുടെ മത്തൻ അങ്ങോട്ട് നല്ലവണ്ണം വേവണം. മത്തൻ വേവാതെ ഒന്നും തന്നെ ചെയ്യരുത്. ഇപ്പം ദാ നമ്മുടെ മത്തൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 1/2 കപ്പോളം ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം പോരായെങ്കിൽ കുറച്ചും കൂടി നമുക്കിത് കഴിഞ്ഞിട്ട് കൊടുക്കാം. മത്തനും ചെറിയൊരു മധുരമുള്ളതുകൊണ്ട് നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കത് നല്ലവണ്ണം കണ്ടോ, ആ ശർക്കരയൊക്കെ മെൽട്ടായി അതിൻ്റെ കൂടെ ജോയിൻ ആവുന്നുണ്ട്. ശർക്കര പാവായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇത് നന്നായി ഒന്ന് വേവട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരം കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി ഒരു 1/4 കപ്പും കൂടി ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട്. അതിനെ നന്നായി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ശർക്കര ഫുള്ള് മെൽട്ടാവണം, മത്തൻ കുക്കാവുകയും ചെയ്യണം. ഇപ്പം ഇത് നല്ല കുറച്ച് വാട്ടറി അല്ലേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ നെയ്യിലൊന്നും വറുത്തിട്ടില്ല, നോർമലായി വറുത്ത റവ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് ഇത് മിക്സ് ചെയ്ത് നോക്കാം. അപ്പം വെള്ളത്തിനനുസരിച്ച് മാത്രം നമുക്ക് ഇതിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്യാം. എനിക്കിത് കുറച്ചും കൂടി വാട്ടറിയാണ്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ റവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലിടാം, ഒരു കുഴപ്പമില്ല. തേങ്ങയും ഈ റവയും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്കിതിലിങ്ങനെ കടിക്കാനായിട്ട് കുറച്ച് നല്ലൊരു രസമായിരിക്കും ഈ മത്തൻ ലഡുവിൽ. അപ്പം അത് നന്നായി എല്ലാവിടേക്കും യോജിക്കട്ടെ. 1 ടേബിൾ സ്പൂണും കൂടി ഞാൻ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിനെ ഇട്ട് നമുക്കിതൊന്നും കൂടി മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ. ഇതൊന്ന് അടച്ച് വെക്കാം ഒരു 5 മിനിറ്റിന്. ആ റവയും ഇപ്പം ഇത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ റവയും നമ്മുടെ തേങ്ങയും ഒക്കെ കൂടി അതിൻ്റെ കൂടെ യോജിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഞാൻ സിന്നമണ്ട പൗഡർ, കറുവപ്പട്ടയുടെ പൊടിയാണ് ഇട്ടത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോസ് എസൻസ് ഇട്ടെങ്കിൽ നല്ലതായിരിക്കും, അതല്ല എങ്കിൽ ഏലക്കായ പൊടിയും ചേർക്കാം. നമ്മളതിനെ നന്നായി മിക്സ് ചെയ്യാൻ കേട്ടോ. സിന്നമൺ പൗഡർ ഇട്ടിട്ട് 1 മിനിറ്റ് ഞാൻ ആ മണം ഒന്ന് വരാനായിട്ട് അതിലേക്ക് ഇറങ്ങാനായി അടച്ചു വെച്ചു. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പിസ്തയുടെ ഫ്ലേക്സും ആൽമണ്ടിൻ്റെ പീസസുമാണ് ഇട്ട് കൊടുക്കുന്നത്, ബദാമിൻ്റെ പീസസും കൂടി. ഇത് ഓഫ് ചെയ്തിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. നമുക്കതിനെ ഇനിയും നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ നെയ്യ് അതിൽ നിന്ന് പുറത്തേക്ക് വരും. കുറച്ച് നേരം നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഉള്ളെല്ലാം നന്നായി വെന്ത് എല്ലാ സാധനവും മിക്സായി നമുക്ക് ആ തേങ്ങാപ്പാലിൽ വെന്ത മത്തൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതിനുണ്ടാവും. ശർക്കരയാണ്, അപ്പം അതും ദോഷമില്ല ശരീരത്തിന്. ഇപ്പം കണ്ടോ നല്ലവണ്ണം യോജിച്ച നമ്മൾ ചേർത്തിയ നെയ്യൊക്കെ അതാ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഇനി ഞാനിത് അതിനെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാം, ഹൽവയായിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഉരുട്ടുന്നുള്ളൂ. കുറച്ച് പിസ്തയുടെ ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് തന്നെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഞാൻ എന്നാലും ഇതൊന്ന് തണുത്തതിന് ശേഷം ലഡുവാക്കി ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇതിനെ നമുക്ക് ചെറുതായിട്ട് ഉരുട്ടിയെടുത്ത് നല്ല ഉരുട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, ഈസി ആയിട്ട് ഉരുട്ടാം.
നമുക്ക് ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ കുഞ്ഞി ലഡു. അതിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി മിക്സ് ചെയ്യാം. സൂപ്പറായിട്ട്. നമ്മളിതിൽ നെയ്യൊന്നും അധികം ഉള്ളിലേക്ക് കുടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെയും മത്തൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും തേങ്ങയുടെയൊക്കെ ടേസ്റ്റുള്ള സൂപ്പർ ഒരു വെറൈറ്റി ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിഭവം ഇഷ്ടപ്പെട്ടുവല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്